തീർച്ചയായിട്ടും അവരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവർ പുറത്തുവിട്ടത്. ഒരു വലിയ സംഘം വന്ന് അവരെ രാത്രി അവരുടെ വാതിലുകൾ ചവിട്ടിപ്പൊളിച്ച് അവർ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. മുഴുവൻ സാധനങ്ങൾ കൊള്ള ചെയ്യുകയും 90 വയസ്സുള്ള വൈദികനെ വരെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്തു. അതെ, അദ്ദേഹത്തിൻ്റെ വായിൽ വലിച്ച് കെട്ടി, ആ കൈകൾ പുറകിൽ കെട്ടി, കാല് കെട്ടിയിട്ടാണ് തൂക്കിയെടുത്ത് അദ്ദേഹത്തെ മർദ്ദിച്ചത്. 90 വയസ്സുള്ള ആളെ നെടുമുറിയിൽ ഫാദർ ലീനസിനെ മുറിയിൽ പൂട്ടിയിട്ടു. മറ്റൊരു ചെറുപ്പക്കാരനായ അച്ഛൻ, നമ്മുടെ ഗോതുരത്ത് സ്വദേശിയാണ്, ഫാദർ സിൽവി, അദ്ദേഹത്തെ കമത്തി കിടത്തിയിട്ട് വടിവെച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. വായി കെട്ടി, കൈ കെട്ടി, കാല് കെട്ടി ഇവരെ രണ്ടുപേരെയും മുഴുവൻ സാധനങ്ങൾ കവർന്നെടുത്തിട്ട് രാത്രി മുറിയിലിട്ട് പൂട്ടി ഇവർ പോയി. ഇവർ 1.5 മണിക്കൂർ എടുത്ത് കെട്ടെല്ലാം അഴിച്ച് വാതിൽ തുറക്കാൻ ശ്രമിച്ചെങ്കിലും ഇവരുടെ പറ്റിയില്ല. ഒരു ശബ്ദം കേട്ട് തൊട്ടടുത്തുള്ള ഒരു പൂജാരിയായ ഒരാളാണ്, അദ്ദേഹം വന്നിട്ടാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഇതിപ്പോൾ ഇവിടെ മാത്രം നടക്കുന്ന സംഭവമല്ല. മധ്യപ്രദേശിൽ, ഒറീസയിൽ, അതുപോലെ അഹമ്മദാബാദിൽ, ഗുജറാത്തിൽ, ഛത്തീസ്ഗഡിൽ 4 സ്ഥലത്തും വ്യാപകമായ ആക്രമണമാണ് നടക്കുന്നത്. ഈ ചില കൊള്ള സംഘങ്ങളെ ഗവൺമെൻറ് അനുവദിക്കുകയാണ്. 2 മാസം കൊണ്ട് എല്ലാ ക്രൈസ്തവ സ്ഥാപനങ്ങളും കൊള്ള ചെയ്യണമെന്ന് പറയുകയാണ്.